ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിക്ക സുഹൃത്തുക്കളും ഇതുപോലുള്ള ഇമേജുകളായിരിക്കാം വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ടെക്സ്റ്റുകൾ ഇതുപോലെ ഇമേജ് ആക്കിയിട്ട്. അപ്പോൾ പഴയൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് ആ ഒരു ആപ്ലിക്കേഷൻ ട്രെൻഡിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ആ ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. താഴെയായിട്ട് കാണുന്ന വേർഡ്സ് എന്ന ഈ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വേർഡ്സ് എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ മറ്റെന്ത് വേർഡ്സും എൻ്റർ ചെയ്തതിന് ശേഷം വലതുവശത്ത് കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ വേർഡ്സ് ഇവിടെ സെലക്ട് ആവുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ വേർഡ്സ് നിങ്ങൾക്ക് എത്രയും ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ തൽക്കാലം ഒരു 2-3 വേർഡ്സ് മാത്രമേ ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന എൻ്റർ വേർഡ്സ് എന്നുള്ള ഭാഗത്തിന് നേരെയുള്ള ഇടതുവശത്തുള്ള ഈ ഒരു ഏറോ ബട്ടൺ അമർത്തിയിട്ട് നമ്മൾ പിറകിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു വേർഡ്സ് ഇവിടെ ഒരു ഇമേജ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് നമുക്കൊരു റീഫ്രഷ് ബട്ടണും കാണാൻ സാധിക്കും. ആ റീഫ്രഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഡലുകളൊക്കെ മാറുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി താഴേക്ക് നമുക്ക് വരാം. താഴെയായിട്ട് കാണാം കളർ എന്നുള്ള ഭാഗം ഫസ്റ്റായിട്ട്. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. ഇനി ഏതൊക്കെ മോഡലാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു സേവ് ബട്ടൺ അമർത്തുക. ശേഷം പിറകിലേക്ക് വരികയാണ്. പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കാണാം ഷേപ്പ് എന്നുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. കുറച്ച് ഓപ്ഷനുകളൊക്കെ പണം കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടതാണ്. എന്നാൽ ഫ്രീ ആയിട്ട് കുറച്ച് ഓപ്ഷനുകളും ഇവിടെ അവൈലബിൾ ആണ്. ന്യൂ എന്നുള്ള ഈ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ലവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഡൽ നമുക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ലവ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലുള്ള ഈ ഒരു റീഫ്രഷ് ബട്ടൺ അമർത്തി കഴിഞ്ഞാലും നമുക്കതിൻ്റെ മോഡലുകളൊക്കെ മാറുന്നത് കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു ബൾബിൻ്റെ ഒരു ഐക്കൺ നമുക്ക് നോക്കാം. ബൾബിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ മോഡൽ വീണ്ടും മാറിയിട്ടുണ്ട്. ഇനി കാറിൻ്റെ ഐക്കൺ ആണെങ്കിൽ കാറിൻ്റെ ഐക്കൺ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ എന്തായാലും പിറകിലോട്ടേക്ക് പോവുകയാണ്. ഇനി ഫോണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോണ്ടിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഈ ഒരു 3 ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമേജ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് ആ ഒരു ഇമേജ് സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാറിൻ്റെ ഇമേജാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഏതായാലും വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.